ഹലോ, നമ്മൾ പതിവില്ലാതൊരു ഹോട്ട് വീൽസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2020 ഹോണ്ട ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് ഹാച്ച് ബാക്ക് ആണ് കേട്ടോ. പൊട്ടിക്കാം. നമ്മൾ ഹോട്ട് വീൽസ് അധികം ഇപ്പം അങ്ങനെ വാങ്ങിക്കാറില്ല. പൊതുവേ ആ ഒരു ഡീറ്റെയിലിംഗ് കുറവാണ് ഹോട്ട് വീൽസിന് മെജോറിറ്റി കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം കേട്ടോ. എൻ്റെ മാത്രം പ്രശ്നമായിരിക്കാം. അങ്ങനെ ഇതിനകത്ത് ഒരു 3 സ്പോക്ക് അലോയ്സ് വരുന്നുണ്ട്. നല്ലൊരു സിൽവറും ബ്ലാക്കും കൂടെ വരുന്നതാണ്. ഒരു ഡേൾ ടോൺ, അതായത് മുകളിൽ ബ്ലാക്കും താഴെ യെല്ലോയും, അതൊരു വൈബ്രൻ്റ് യെല്ലോയും ആണ് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഇതാണല്ലേ ഹോണ്ടയുടെ ആ ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൽ പ്ലസ്സും മൈനസും ആണ് കൊടുത്തേക്കുന്നത്. അത് ആ ഇലക്ട്രിക്കിനെ സൂചിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് വന്നിട്ട് എയർ ഇൻടേക്ക് ആവാൻ വഴിയില്ല, മിക്കവാറും ഫോഗ് ലാമ്പ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചേക്കുന്നത്. കുറച്ചും കൂടി ഒരു വൈഡർ ബോഡി കിറ്റാണ് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇതൊരു സംഭവം എക്സ്ട്രാ വൈഡ് ആക്കിയേക്കുന്നതാണ്. ഒറിജിനൽ വണ്ടിയിൽ അതുണ്ടാവാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല. പിന്നെ കളർ എനിക്ക് അങ്ങ് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ഷോക്കേസിലോ കാറിലോ ഒക്കെ വെച്ചാൽ എറിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ഒരു ഇലക്ട്രിക് ഹാച്ച് ബാക്ക് വണ്ടിയാണ് ഹോണ്ടയുടെ. അല്ല, നല്ല രസമുണ്ട്. ആ മുകളിലും മെറ്റലല്ല, ഇത് വന്നിട്ട് ആ പ്ലാസ്റ്റിക് തന്നെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ലൂസൻ്റ് ഫീലാണ് വന്നേക്കുന്നത്. കുറച്ചും കൂടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അകത്തേക്ക് കയറും. നമ്മളിപ്പോൾ ഡെസ്കിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരും. പിന്നെ ബാക്കിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള ലൈറ്റുകളാണ് വന്നേക്കുന്നത്. ഇതെല്ലാം തന്നെ ഇതാണ് പെയിൻ്റ് ആണ് വന്നേക്കുന്നത്. ഫ്രണ്ടിലും അതെ പെയിൻ്റ് ആണ് വന്നേക്കുന്നത്. ഗ്ലാസിൻ്റെ എലമെൻറ്റ്സ് ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മെജോറിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹോട്ട് വീൽസിന് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് സാധാരണ കുറവാണ്. പക്ഷേ ഈ വണ്ടിയുടെ കാര്യത്തിൽ തിരിച്ചാണ്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ ഡെസ്കിൽ വെക്കാൻ അല്ലെങ്കിൽ കാറിൽ വെക്കാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ച വണ്ടിയാണ്. പ്രൈസ് വന്നിട്ട് എത്രയായിരുന്നു, ഇമ്പോർട്ടൻറ്റ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിലക്കുള്ളായിരിക്കും. ഇതല്ലേ 269 ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കൊള്ളാം. വൈഡർ ബോഡി കിറ്റും എല്ലാം കൂടെ കുറച്ചുകൂടി ഒരു സ്പോർട്ടിയർ ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പ്രൈസിന് കൂടുതലാണ് എങ്കിലും ഇമ്പോർട്ടൻറ്റ് മോഡലായതുകൊണ്ട് പോട്ടെ, വർത്ത പ്രൈസ് എന്ന് തന്നെ പറയാം. ഹോട്ട് വീൽസ് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യാത്തതാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. നമ്മൾ ഡെയിലി ഓരോ വണ്ടിയുടെ അൺബോക്സിങ് വീഡിയോസാണ് ചെയ്യുന്നത്. ഫോളോ ചെയ്ത് കൂടെ കൂടിക്കഴിഞ്ഞാൽ നഷ്ടം വരത്തില്ല. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വണ്ടിയായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.